സർ, പെന്തക്കോസ്ത് വിഭാഗത്തിലെ പാസ്റ്റർമാർ അവരുടെ മതം പ്രചരിപ്പിക്കാനായിട്ട് നാട്ടിലൊക്കെ ഇറങ്ങി വലിയ പ്രസംഗമൊക്കെ നടത്തുകയാണ്, ഒറ്റയ്ക്കും ആളൊന്നും ഇല്ലാത്ത സ്ഥലത്തുമൊക്കെ. ഇപ്പോൾ കേൾക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ പെന്തക്കോസ്തിൻ്റെ ഒരു സ്വാധീനം വർദ്ധിക്കുന്നു. അതിന് കാരണം പല രാഷ്ട്രീയ നേതാക്കൾക്കും ഈ പെന്തക്കോസ് ബന്ധം പല രീതിയിൽ വരുന്നു എന്നാണ്. എന്തെങ്കിലും വാസ്തവമുണ്ടോ? വളരെ അതിനകത്ത് വാസ്തവം കൂടുതലായിട്ടുണ്ട്. ഈ ഏറ്റവും അടുത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ശബരിമല പോയതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചാണ്ടി ഉമ്മൻ്റെ സാന്നിധ്യത്തിൽ ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്റർ പറഞ്ഞൊരു കാര്യം, ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ നരകത്തിലേക്ക് പോകേണ്ടി വരും, അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. ആ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ആ വീഡിയോ ഇന്നിപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലാണ്. പക്ഷെ അതിനേക്കാൾ അപകടകരമായിട്ട് കേൾക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു വിഭാഗമല്ല, 200-200 വിഭാഗങ്ങൾ അതിനകത്ത് തന്നെയുണ്ട്. പെന്തക്കോസ്റ്റിനുള്ളിൽ പെന്തക്കോസ്റ്റ് നമ്മൾ പെന്തക്കോസ്റ്റുകാരെന്ന് നമ്മൾ പറയുന്നത് ഒറ്റ വിഭാഗത്തെ അല്ല. നമ്മൾ പക്ഷേ എപ്പോഴും അങ്ങനെ കാണുന്നതല്ല. അതിനകത്ത് ഒരുപാട് ഇതുണ്ട്. മറ്റേ ഇവിടെ കോട്ടയത്തൊരാളുണ്ടായിരുന്നില്ലേ, ഒരു പള്ളി തന്നെ, തങ്കു ബ്രദർ ഒരു ഇതുണ്ടാക്കിയിട്ട് അത് അങ്ങനെ തന്നെ വിറ്റ്. അപ്പോൾ വലിയ ആൾക്കൂട്ടൊക്കെ അതെ അതെ തങ്കു ബ്രദർ ആ ചർച്ചിനെ തന്നെ വിറ്റ് കളഞ്ഞു. പെന്തക്കോസ്റ്റ് അങ്ങനെ ഒരു വിഭാഗമല്ല, ഒട്ടനവധി വിഭാഗങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പം നിലനിൽക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്, നൂറ്റാണ്ടിൻ്റെങ്കിലും പഴക്കമുണ്ട്, ഒരുപാട് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്, അതിൻ്റെ ദാർഢ്യമുണ്ട്. അത് വളരെ ദൃഢമായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും പോകുന്ന ഒന്നാണ്. പിന്നെ ആ ക്രൈസ്തവ സഭകൾ ഒന്നും തന്നെ ഒരു ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതുമല്ല. അവർ അങ്ങനെ ഒരു നിലപാട് അവർക്ക് ആർക്കുമില്ല. ഇവിടെ നടന്നൊരു കന്യാസ്ത്രീ സമരം, ഞാൻ ആ സമരത്തിൽ പോയി പങ്കെടുത്ത് കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ട് സംസാരിച്ച ഒരാളാണ്. പക്ഷേ ആ സമരത്തിൽ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, അന്ന് വരെ കേരളത്തിൻ്റെ ഒരു പൊതു സമരവേദിയിലും ഒരു തരത്തിലുള്ള പങ്കാളിത്തവും ഇല്ലാതിരുന്ന, ബുർക്ക ധരിച്ച, ഹിജാബ് ധരിച്ച കുറേയേറെ മുസ്ലിം സ്ത്രീകൾ അതിനകത്ത് പങ്കെടുത്തിരുന്നു. അതാദ്യമായിട്ടാണ് അങ്ങനെ വരുന്നത്. ഞാൻ ഈ തേരാപ്പാര ഈ എറണാകുളം പരിസരത്ത് ഇങ്ങനെ കാൽനടയായിട്ടും ഓടി നടന്നൊക്കെ തുടങ്ങിയിട്ട് കാലം കുറയായി. ഒട്ടനവധി സമരവേദികളിലും പങ്കെടുത്തിട്ടുണ്ട്, പ്രതിഷേധങ്ങളിലും പങ്കാളിയായിട്ടുണ്ട്. പക്ഷെ അത്തരം സമരവേദികളിലോ പ്രതിഷേധങ്ങളിലോ എങ്ങും തന്നെ ഇവരുടെ സാന്നിധ്യം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ സമരത്തിൽ അന്നതുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തിനായിരിക്കും അന്ന് ആ സമരത്തെ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വിഭാഗത്തിനെതിരെ സംഘടിപ്പിക്കപ്പെട്ട ആ സമരത്തിന് സാമ്പത്തിക സഹായം കൊടുത്തിരുന്ന ഇസ്ലാമിക ഫോഴ്സുകളാണെന്ന് അന്ന് ആക്ഷേപമുണ്ടായി. ചെറിയതല്ല അത്. തമ്മിൽ തളിക്കാൻ സഭയെ ശിഥിലമാക്കുക, ആ സഭയെ ശിഥിലമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചിരുന്നൊരു വിഭാഗം ഉണ്ടായി അതിനകത്ത്. അതൊരു വസ്തുതയാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ദിവസം ഒരു 3-4 ലക്ഷം രൂപ മുടക്കി കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് പൈസ കിട്ടണ്ടേ? അതെ. ഉച്ചയ്ക്ക് എല്ലാവർക്കും കോഴി ബിരിയാണി, ഇടയ്ക്ക് ഭക്ഷണം, ഇതൊക്കെ കൊടുക്കണ്ടേ? പ്രസംഗിക്കാൻ വരുന്നവർക്ക് മാത്രം ഒന്നും കൊടുക്കണ്ട, ബാക്കിയുള്ളവർക്കൊക്കെ അവിടെ ഇരിക്കുന്നവർക്കൊക്കെ കൊടുക്കണ്ടേ? ഇതിൻ്റെ ചിലവ് അവിടെ നിന്ന് കിട്ടി. ആ ചിലവിൻ്റെ ആ പണം മീറ്റ് ചെയ്തത് ആരാണ്? എന്നെ അവിടെ വിളിച്ചത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത തങ്കച്ചൻ എന്ന് പറയുന്ന ഒരാളാണ്, പള്ളിരുത്തിക്കാരനായിട്ടുള്ള, എനിക്ക് പരിചയം അടുപ്പമൊക്കെ ഉള്ള ഒരാളാണ്. അയാൾ വിളിച്ച കാരണം ഞാൻ ഇപ്പോൾ തങ്കച്ചനോട് ചോദിച്ചു, തങ്കച്ച എന്തടാ ഈ കാണുന്നത്, ഒരു പുതിയ അവതാരങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരുമൊക്കെ ഉണ്ട് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് സാറെങ്ങനെയാണ്? ഞാൻ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചോളാം. അല്ല, ഇവിടെ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. ഇനി രാഷ്ട്രീയക്കാരിൽ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ഗണേശൻ, എ ബി ഗണേഷ് കുമാർ പെന്തക്കോസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പെന്തക്കോസ്റ്റാണ്. ആ പെന്തക്കോസ്റ്റിൻ്റെ ഏതൊരു വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ വിഭാഗത്തിൽ ഇദ്ദേഹം ഗണേഷ് കുമാർ പോവുകയും അവിടുത്തെ പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തല വെച്ചിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് ഉള്ള മാർഗം ഗണേഷ് കുമാറിന് ഒരുക്കി കൊടുക്കുന്ന രംഗം ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭാര്യ വഴിയാണെന്ന് മാത്രമേ ഉള്ളൂ.
ആൻ്റണിയുടെ ഭാര്യ കനത്ത പെന്തക്കോസ്റ്റാണ്. അത് പുറത്തറിയുന്നില്ലല്ലോ. പുറത്തറിയാമല്ലോ, അവരുടെയും വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ആൻ്റണിയുടെ ഭാര്യ കനത്ത പെന്തക്കോസ്റ്റാണ്. അപ്പോൾ ആൻ്റണി കത്തോലിക്കനാണ് എന്ന് പറയുമെങ്കിലും കത്തോലിക്കറിലെ പെന്തക്കോസ്റ്റിലാണ് ആൻ്റണി നിൽക്കുന്നത്. അപ്പോൾ കത്തോലിക്കനാണെന്ന് പറഞ്ഞിട്ടാണ് പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വോട്ട് മേടിച്ചത്. അല്ല, അതൊക്കെ മേടിക്കും. അവിടെ പെന്തക്കോസ്റ്റുകാരും ഉണ്ട്. അവരുടെ വോട്ട്. അപ്പോൾ ഭാര്യ വഴി പെന്തക്കോസ്റ്റിലേക്കും സ്വന്തം നിലക്ക് കത്തോലിക്ക സഭയിലേക്കും ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ദ്വിമുഖ പോരാട്ടമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുമ്പനാടൊക്കെ ഉൾപ്പെടുന്ന മേഖലയിലേക്ക് വരുമ്പോൾ പെന്തക്കോസ്റ്റ് അതല്ലാതെ ചെല്ലുമ്പോൾ കത്തോലിക്കനാകും. മറ്റേ ഇതില്ലേ, എന്താണ് ഇതില്ലേ, പാഷാണം പെറുക്കി ഗുരുവായൂരപ്പൻ്റെയും അന്തോണീസ് പുണ്യാളൻ്റെയും ഒരു ഫോട്ടോ ഒറ്റ ഫ്രെയിം, ഒരു ഭാഗത്ത് ഗുരുവായൂരപ്പൻ, മറുഭാഗത്ത് അന്തോണീസ് പുണ്യാളൻ. ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അന്തോണീസ് പുണ്യാളനെ കാണിക്കും, ഹിന്ദുക്കളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പനെ കാണിക്കും. തൊഴിൽ തണ്ടലുമാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. വേറൊരാൾ, അദ്ദേഹവും കോൺഗ്രസ് തന്നെയുള്ളതാണ്. ഇതുപോലെ തന്നെ ഒരു പെന്തക്കോസ്റ്റ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. ആ, കൊടിക്കുന്നിൽ സുരേഷിന് ഒരു ക്രൈസ്തവ പശ്ചാത്തലമുണ്ട്. ക്രൈസ്തവ പശ്ചാത്തലം കേട്ടിട്ടുണ്ട്. പിന്നോക്ക വിഭാഗത്തിൽ കൺവേർഷനോ ഒരു ക്രൈസ്തവ പശ്ചാത്തലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്രൈസ്തവ പശ്ചാത്തലം ഉണ്ടായിരുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ ഹൈന്ദവ പശ്ചാത്തലത്തിലേക്ക് ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിനിടക്ക് കടത്തിക്കൊണ്ടുവരുന്നത് എൻ്റെ സ്നേഹിതനായിരുന്ന പി.ടി. തോമസാണ്. അതായത് ഈ AI ഗ്രൂപ്പ് വഴക്ക് ശക്തമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു സീറ്റ് ഇവർക്ക് കൊടുത്ത്, എക്ക് കൊടുത്ത്. അപ്പോൾ എക്ക് ആ സീറ്റ് കൊടുക്കുന്ന സമയത്ത്, എ വിഭാഗത്തിന് കൊടുക്കുന്ന സമയത്ത് കരുണാകരൻ്റെ മനസ്സിലുണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്ക് കാൻഡിഡേറ്റ് ഉണ്ടാകില്ലെന്നാണ് എക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രേമഭാജനമായിട്ടുള്ള മറ്റേ ഇത് പന്തളം സുധാകരന് കൊടുക്കാമെന്നൊരു മനസ്സിൽ കണ്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് പി.ടി. തോമസും ബെന്നി ബെഹനാനും കൂടിയൊക്കെ ഇടപെട്ട് കൊണ്ടുവന്ന ഒരു കക്ഷിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. അങ്ങനെയാണ് കൊടിക്കുന്നിൽ സുരേഷ് അവതരിക്കപ്പെട്ടത്. അദ്ദേഹം വളരെ ഒരു ചെറിയ സംഗതികളൊക്കെ ആയിട്ട് അവിടുത്തെ ഒരു തയ്യൽ കടയിൽ ഒരു ചെറിയ അവിടുത്തെ ഒരു സഹായിയൊക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ പേരിതല്ല. അപ്പോൾ ഈ പേരിലേക്ക് അദ്ദേഹത്തെ പുനർനാമകരണം ചെയ്ത് രാഷ്ട്രീയത്തിൽ അവതരിപ്പിക്കുന്നതിൽ നമ്മുടെ ബെന്നി ബെഹനാനും പി.ടി. തോമസും വഹിച്ചിട്ടുള്ള പങ്കുകൾ വളരെ പ്രശംസനീയവും പ്രശസ്തവുമാണ്. അത് ശരി. അപ്പോൾ നമ്മൾ ഒരുപാട് അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ക്രൈസ്തവ പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെന്തക്കോസ്റ്റുമായിട്ടും കൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യ വഴി ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ചാൽ ഈ 3 പേരും ഭാര്യ വഴി പെന്തക്കോസ്റ്റുകാരാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പെന്തക്കോസ്റ്റ് ആകുന്നതിൽ യാതൊരു അപകടവും ഞാൻ കാണുന്നില്ല. അവരുടെ ഇഷ്ടമാണല്ലേ, അവരുടെ ഇഷ്ടമാട്ടെ, ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് മറച്ചു വെക്കുന്നതാണ് അപകടം. എന്തിനു മറച്ചു വെക്കണം? എന്തിനു മറച്ചു വെക്കണം? താൻ പെന്തക്കോസ്റ്റ് വിശ്വാസിയാണ് എന്ന് KB ഗണേഷ് കുമാറിന് പരസ്യമായിട്ട് പറയാൻ എന്താ പ്രയാസം? എന്തോ നാണക്കേടുണ്ടോ? എന്തെങ്കിലും നാണക്കേടാണെങ്കിലോ? നാണക്കേടിൻ്റെ അല്ല, അദ്ദേഹം NSSൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. അപ്പോൾ അവിടെ ഇവിടെ വേണം. NSSൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ഒരു പെന്തക്കോസ്റ്റ് മതവിശ്വാസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുകുമാരൻ നായർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇവർ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ പെന്തക്കോസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ഇഷ്ടമാണത്. അയാൾ പെന്തക്കോസ്റ്റ് ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് മറച്ചു വെക്കുകയാണ്. മറച്ചു വെക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, മറച്ചു വെക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് അതിനകത്തുണ്ടല്ലോ. അതുണ്ട്. ആ എന്തോ ഒന്ന് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവരുടെ സേവനം ഇവർ പെന്തക്കോസ്റ്റ് വിഭാഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിലും തെറ്റില്ല. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് ഉപയോഗിക്കരുത്. അവർക്ക് പരസ്യമായിട്ട് പറയാമല്ലോ, രാഷ്ട്രീയക്കാരല്ലേ, ഞങ്ങൾ പെന്തക്കോസ്റ്റിനെ പിന്തുണക്കുന്നവരും ആ പെന്തക്കോസ്റ്റ് വിഭാഗത്തിൽ വിശ്വസിക്കുന്നവരുമാണ് എന്ന് ഗണേശനും ആൻ്റണിയും കൊടിക്കുന്നിൽ സുരേഷും പറഞ്ഞാൽ എന്താ തെറ്റ്? തെറ്റൊന്നുമില്ല. പക്ഷെ പറയാൻ ആർജവം വേണം, സത്യസന്ധത വേണം. ഇതിനകത്ത് ആകെയുള്ള പ്രശ്നം ഇവർ ഈ കാര്യം രഹസ്യമാക്കി സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ആ രഹസ്യം ആക്കി സൂക്ഷിക്കുമ്പോൾ
എന്തോ ചില സുപ്രധാനമായ കാര്യങ്ങൾ മനുഷ്യരിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. അതുമാത്രമാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത്. വേറെ യാതൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പം അങ്ങനെ മറച്ചു വെക്കാനുള്ള എന്തോ ഒരു കാര്യം അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ടോ പൊതുസമൂഹം മനസ്സിലാക്കണമല്ലോ. അല്ല, പൊതുസമൂഹവും അത് മനസ്സിലാക്കണം. ഇവരെന്തിനാണ് അതിനകത്ത് ഇപ്പോൾ ഇതെന്താ, ഇത് ഗുഹ്യരോഗം വല്ലതുമാണോ രഹസ്യമായിട്ട് വെക്കാനായിട്ട്? അല്ലല്ലോ. ഇപ്പോൾ ഗണേഷ് കുമാറിന് ഈ ഹിന്ദു മതത്തേക്കാൾ കൂടുതൽ വിശ്വാസം പെന്തക്കോസ്റ്റ് വിഭാഗത്തിനാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? അതിലെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആൻ്റോ ആൻ്റണിക്ക് കത്തോലിക്ക സഭയേക്കാൾ കൂടുതൽ വിശ്വാസം പെന്തക്കോസ്റ്റ് സഭയിലാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. കൊടിക്കുന്നിൽ സുരേഷ് എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം ചുരുങ്ങിയ പക്ഷം അദ്ദേഹമെങ്കിലും അറിയണം. അതെ. പക്ഷേ എന്നെ അലട്ടുന്നത് ഇവരുടെ വ്യക്തിപരമായിട്ട് ഇവർ ഏതിലേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കിയിട്ടേ അല്ല. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ശബരിമലക്ക് പോയതിൻ്റെ പേരിൽ നഗരത്തിൽ പോകുമെന്ന് അദ്ദേഹത്തിന് നരകയാതന നരകത്തിലേ പോകുള്ളൂ, അതുകൊണ്ട് കരുതിയിരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ പെന്തക്കോസ്റ്റ് സഭയിലെ പാസ്റ്റർ പറയുമ്പോൾ അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. എന്നാലും പെന്തക്കോസ്റ്റ് സഭയുമായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ബന്ധമുണ്ടെന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കും തന്നെ ഒരു പുതിയ അറിവായിരിക്കും. അത്തരം കാര്യങ്ങളാണ് സാർ വിശദീകരിച്ചത്. അവരിനി അത് തുറന്ന് പറയട്ടെ അല്ലേ? അവർക്ക് എന്താണ് ഇത്, എന്തിനാണ് അവർ മറച്ചു വെക്കുന്നത്? എന്തിനാണ്? അതിനുത്തരം അവർ തന്നെ പറയട്ടെ. സിൻ ഓഫ് സീക്രസി, രഹസ്യം പാപമാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഗണേശൻ മഹാത്മാഗാന്ധിയെ തള്ളിപ്പറയുമെന്ന് തോന്നുന്നില്ല. ചാണ്ടി ഉമ്മൻ തള്ളിപ്പറയുമെന്ന് തോന്നണില്ല. ആൻ്റോ ആൻ്റണി തള്ളിപ്പറയുമെന്ന് തോന്നണില്ല. കൊടിക്കുന്നിൽ സുരേഷ് ആണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ സ്വന്തം കക്ഷിയുമാണ്. അപ്പോൾ അവരാരും ഈ മഹാത്മാഗാന്ധി പറഞ്ഞതിനെ തള്ളിപ്പറയുമെന്ന് തോന്നുന്നേയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.